കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസിലെ പ്രതിയായ വിനീഷ് ചാടിപ്പോയ സംഭവത്തിൽ പോലീസിനും കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അധികൃതർക്കും വീഴ്ച സംഭവിച്ചതായി ദൃശ്യയുടെ ബന്ധുക്കൾ. വിചാരണ നീട്ടിവെക്കാനായി മാനസികരോഗിയായി വിനീഷ് പെരുമാറുകയാണ്. വിനീഷിനെ പിടികൂടാത്ത സാഹചര്യത്തിൽ ദൃശ്യയുടെ കുടുംബം കടുത്ത മാനസിക സംഘർഷത്തിലാണെന്നും ബന്ധു വിമൽ പറയുന്നു. വിവരങ്ങൾ നൽകാൻ ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാം, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ദൃശ്യ കൊലക്കേസ് ഒരു പുലർച്ചെ നമ്മെ തേടിയെത്തിയ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തമായിരുന്നു. ഒരു പ്രണയ കൊലപാതകം. എത്ര ക്രൂരമായാണ് ഈ വിനീഷ് എന്ന് പറയുന്ന പ്രതി ആ ദൃശ്യ എന്നുള്ള പെൺകുട്ടിയെ അവളുടെ കിടപ്പ് മുറിയിൽ കയറി വീട്ടുകാരുള്ള സമയത്ത് തന്നെ കുത്തി കൊലപ്പെടുത്തിയത്. പിന്നീട് നമ്മൾ അത്തരത്തിലുള്ള ആ വാർത്തയുടെ വിശദാംശങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിന് പിന്നാലെ ഇദ്ദേഹത്തിന് മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന തരത്തിൽ ഇദ്ദേഹം അഭിനയിക്കുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. അതിന്റെ ഭാഗമായാണ് ഇദ്ദേഹത്തെ കുതിരവട്ടത്തേക്ക് മാറ്റിയത്. ഇപ്പോൾ ഇവിടെ നിന്നും കടന്നു പോയിരിക്കുന്നു. നിലവിൽ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുകയാണ്? അപ്പോൾ ഈ വീട്ടുകാർ കടുത്ത മാനസിക സംഘർഷത്തിലാണെന്നാണ് ശ്യാം ഈ ബന്ധുക്കളൊക്കെ പറയുന്നത്. അവരുടെ നീതി എവിടെ എന്നതാണ് ചോദ്യം. എന്നാലും ഈ പ്രതി ചാടിപ്പോയിട്ട് ഇത്രയും നേരമായിട്ടും പോലീസിനെ കണ്ടെത്താനാകാത്തത് ഒരു പിടിപ്പുകേട് തന്നെയല്ലേ? അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ദൃശ്യ കൊലപാതക കേസിൽ കുടുംബത്തിന്റെ ആശങ്ക പങ്കുവയ്ക്കുന്നതിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക്, അന്വേഷണ സംഘത്തിന്റെ ചില കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. പ്രധാനമായും അതായത് ഈ ഡിസംബർ 30 തന്നെയായിരുന്നു ഈ ദൃശ്യ കൊലപാതക കേസിലെ പ്രതിയായ വിനീഷ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ശുചിമുറിയുടെ ഭിത്തി തുറന്ന് പുറത്തു ചാടിയത്. തുടർന്ന് അന്വേഷണം ഈ പ്രതിയിലേക്ക് എത്താനാകാത്ത നിലയിലായിരുന്നു അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകുക. പ്രധാനമായും കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ CCTV ക്യാമറകളൊന്നും തന്നെ ഇയാൾ ചാടിയ ഭാഗത്ത് പ്രവർത്തിച്ചിരുന്നില്ല. അതിനാൽ തന്നെ അന്വേഷണം ഏത് ദിശയിൽ, അല്ലെങ്കിൽ പ്രതി ഏത് ദിശയിലേക്കാണ് പോയെന്നുള്ളൊരു കാര്യത്തിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ വഴി വന്ന പ്രദേശത്ത് നിന്ന് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിൽ കയറി പോയിരുന്നോ എന്നുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. പ്രധാനമായും റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ചുള്ള ഈ പരിശോധനകളെല്ലാം തന്നെയാണ് തുടക്കത്തിൽ നടന്നിരുന്നത്. എന്നാൽ പിന്നീട് അന്യ സംസ്ഥാനങ്ങളിലേക്ക്, തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്നലെയോടുകൂടി തന്നെ ഈ അന്വേഷണ സംഘം കൂടുതൽ വിപുലീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അതായത് ഡെപ്യൂട്ടി കമ്മീഷണറുടെയും ACPയുടെയും കോഴിക്കോട് ACPയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം വിപുലീകരിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഇയാൾ നേരത്തെ തടവിൽ കഴിഞ്ഞിരുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. പ്രധാനമായും പ്രതിക്ക് മറ്റെന്തെങ്കിലും ആരെങ്കിലുമായിട്ട് ഇവിടെ ഈ സാഹചര്യത്തിൽ ഇടപഴകുന്ന ഘട്ടത്തിൽ എന്തെങ്കിലും സഹായം ലഭിച്ചോ എന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ജയിലിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഈ 3 ദിവസം പിന്നിടുമ്പോഴും അന്വേഷണം മെരിറ്റിൽ തന്നെയാണ്. പ്രധാനമായും പ്രതിയെ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ എന്തായാലും വലിയ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇദ്ദേഹം വലിയ ഒരു സാമർത്ഥ്യക്കാരനും കൂടി തന്നെയാണെന്ന് അന്വേഷണ സംഘം നിഗമനത്തിലെത്തിയിട്ടുണ്ട്. പ്രധാനമായും 3 തവണ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ അകത്ത് തന്നെ ചാടിപ്പോയൊരു സാഹചര്യം, ഒപ്പം തന്നെ കുതിരവട്ടത്തു നിന്നും ഒരു തവണ ചാടിപ്പോയി, അങ്ങനെ 4 തവണ ഈ പ്രതി ഇത്തരത്തിൽ ചാടിയൊരു സാഹചര്യം. അവിടെയാണ് നിർണായക ചോദ്യം വരുന്നത്. ഇത്തരത്തിൽ ഇത്ര തവണ ജയിൽ ചാടിയ ഒരാളാണ്, ഇത്ര തവണ ചാടിപ്പോകാൻ ശ്രമിച്ച ഒരാളാണ്. അവിടെ എന്ത് സുരക്ഷയാണ് ഉള്ളത്? പ്രത്യേകിച്ച് ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ മാനസിക രോഗികൾ അല്ലെങ്കിൽ മാനസികമായി വെല്ലുവിളി നേരിടുന്ന ആൾക്കാർ താമസിക്കുന്ന ഇടത്ത് എന്തും സംഭവിക്കാം. അപ്പോൾ അവിടെയൊക്കെ എന്ത് സുരക്ഷയാണുള്ളത്? ഈ അധികൃതരൊക്കെ അവിടെ എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഏറ്റവും സുപ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഇത്തരത്തിൽ നിരവധി തവണ ഈ ജയിൽ ചാടാനൊക്കെ ഉള്ള ഒരു ശ്രമം നടത്തുന്ന ഈ പ്രതിക്ക് ശരിക്കും ഇദ്ദേഹം മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ടോ? ഇതിലടക്കം ഒരു അന്വേഷണം വേണ്ടേ? അശ്വതി, തീർച്ചയായും പ്രധാനമായും ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് വരാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് ഇദ്ദേഹം ചില മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു. അതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ ഒരു കൊതുകുതിരി കഴിച്ച് ഇദ്ദേഹം ഒരു ആത്മഹത്യാ പ്രവണത നടത്തിയിരുന്നു. പിന്നീട് ഇത്തരത്തിൽ ആത്മഹത്യാ പ്രവണത തുടരെ കാണിച്ചൊരു സാഹചര്യത്തിലാണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കഴിഞ്ഞ ഡിസംബർ 10 ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ഇവിടെ ചികിത്സ നടത്തിയ ഘട്ടത്തിലെല്ലാം തന്നെ ജീവനക്കാരോടെല്ലാം തന്നെ വളരെ ശാന്ത സ്വഭാവക്കാരനായി മുന്നോട്ട് പോകുകയായിരുന്നു. അപ്പോൾ തന്നെ ഈ വിനീഷിനറിയാമായിരുന്നു ഇവിടെ ഈ ഒരു ചാടി പുറത്തേക്ക് പോകാനുള്ള ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം തനിക്ക് സൗകര്യപ്രദമായി ഒരുക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഘടകങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെയാണ് ഇയാൾ ശുചിമുറിയുടെ ഭിത്തി തുറന്നുകൊണ്ട് ഇതിൽ ഡിസംബർ 30 പുറത്തു കടക്കുകയും ചെയ്തത്. ഇനി ജീവനക്കാരുടെ ഒരു അഭാവത്തിലേക്ക് വരികയാണെങ്കിൽ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ 293 ജീവനക്കാർക്ക്, അല്ലെങ്കിൽ 3 അന്തേവാസികൾക്ക് 3 ജീവനക്കാരാണുള്ളത്. അങ്ങനെ ഇത്തരത്തിൽ കടുത്തൊരു ഗുരുതരമായ ഒരു അലംഭാവം, സ്റ്റാഫ് പാറ്റേണിൽ അടക്കം കൃത്യമായ ഒരു അലംഭാവം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം കടന്നു പോവുകയും ചെയ്യുന്നത്. എന്തായാലും
ഇവിടെ ഈ ഒരു പ്രതിക്ക് പുറത്തേക്ക് പോകാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ ഘടകങ്ങളും അനുകൂലമായിരുന്നു എന്ന് തീർച്ചയായും ശ്യാം, അത് തന്നെയാണ്. ചില അനുകൂല ഘടകങ്ങൾ ഉണ്ട് അവിടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രേക്ഷകരെ. ശ്യാമാണ് വിവരങ്ങൾ നൽകിയത്. 21 വയസ്സ് മാത്രം പ്രായമുള്ള ദൃശ്യ എന്ന പെൺകുട്ടി, ഒരുപാട് സ്വപ്നങ്ങളുള്ള മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ് വീട്ടിൽ കയറി കുത്തിക്കൊന്നത്. അങ്ങനെയുള്ള പ്രതികൾക്ക് ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. അതായത് കൊലപാതകികൾക്ക് പോലും സുരക്ഷയില്ല, ജയിലിനകത്തായാലും മാനസികാരോഗ്യ കേന്ദ്രത്തിനായാലും ഒന്നും. അപ്പോൾ ഈ സമൂഹത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഇത്തരം കൊലപാതകികളെ ഇത്തരത്തിലുള്ള രീതിയിൽ അല്ലെങ്കിൽ യാതൊരു സുരക്ഷാ മുൻകരുതലുകളും ഇല്ലാതെ പാർപ്പിക്കുന്ന ഇടത്ത് കൃത്യമായ പരിശോധനകൾ വേണ്ടതാണ്. എന്തായാലും സർക്കാരാണ് ഇക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കേണ്ടത്.